Hi friends, welcome to my channel. My name is Needu Mani. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോ ആണ്. ക്രിസ്മസ് ഒക്കെ വരികയാണ്. ഹോം ബേക്കേഴ്സ് എല്ലാം ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഓർഡറൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ളൊരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വരുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ. ഷുഗർ ക്യാരമൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് ഓഫ് ഷുഗറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. തീ മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ അത് മെൽറ്റായി കിട്ടുന്നതാണ്. ജസ്റ്റ് ഒരു പത വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഒരു 1 കപ്പ് വാട്ടർ ആഡ് ചെയ്യാം. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ദൂരം മാറി നിന്നിട്ട് വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോട്ട് തെറിക്കുന്നതാണ്. പച്ചവെള്ളമാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തീ ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതെല്ലാം മെൽറ്റായി കിട്ടുന്നതാണ്. ആ സമയത്ത് നമുക്ക് 1 കപ്പ് ഓഫ് ചോപ്ഡ് ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഡേറ്റ്സ് ഇവിടെ ഞാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം മെൽറ്റായി കിട്ടുന്നതായിരിക്കും. ഡേറ്റ്സ് എല്ലാം നന്നായി മെൽറ്റായി വരുമ്പോൾ നമുക്ക് 2 കപ്പ് ഓഫ് ക്യാരറ്റ് ആഡ് ചെയ്യാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണിത്. ക്യാരറ്റ് നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. നന്നായി ഇളക്കി കൊടുത്ത് ഇതൊന്ന് പറ്റിച്ചെടുക്കാം. മുഴുവൻ പറ്റിക്കണ്ട, കുറച്ച് വെള്ളം അതിൽ വെക്കണം. അതിപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നമ്മൾ നടുവിലൂടെ ഒന്ന് വകയുമ്പോൾ ലാസ്റ്റ് ഒരു സ്പേസ് കാണാൻ പറ്റും. ആ ഒരു സ്പേസ് വരുന്നതാണ് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു പരുവം. ഈ ടൈമിൽ നമുക്ക് സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോട്ട് വെക്കാം. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. നമുക്കൊരു അരിപ്പയിലോട്ട് 2 കപ്പ് മൈദ എടുക്കാം. 250 ml കപ്പ് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിന് പകരം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇത് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും ആഡ് ചെയ്താൽ മതി. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഷുഗർ, 1/4 ടീസ്പൂൺ ജാതിക്കയുടെ കുരു ഗ്രേറ്റ് ചെയ്തത് കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 3-4 പ്രാവശ്യം നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കണം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. കേക്കിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. പാത്രം നന്നായിട്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം എടുക്കാൻ. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ബീറ്റർ വന്നതിലിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്യാം. 1 കപ്പ് ഓഫ് ഷുഗർ പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 250 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ബീറ്റർ വണ്ണയിലിട്ടതിന് ശേഷം നമുക്കിതെല്ലാം മിക്സാക്കി നന്നായിട്ട് എടുക്കാം. അതിനുശേഷം ബീറ്റർ 2-ലോട്ടിട്ട് നന്നായിട്ട് മുട്ട അടിച്ചെടുത്തതിന് ശേഷം ഗ്രാജുവലി അത് ബീറ്റർ 3-ലോട്ടിട്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചെടുക്കാം. ഒരു 4 മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ പരുവത്തിലായിട്ട് കിട്ടും. അന്നേരം നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇവിടെ ആഡ് ചെയ്യാം. സൺഫ്ലവർ ഓയിൽ 2-3 പ്രാവശ്യമായിട്ട് കുറച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതിയാവും. ഈ ടൈമിൽ ബീറ്റർ 1-ലാണ് ഇടേണ്ടത്. പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മൈദ ആഡ് ചെയ്യാം. മൈദ കുറച്ചാണ് ആഡ് ചെയ്യേണ്ടത്. ക്ലോക്ക് വൈസിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. കുത്തി ഇളക്കരുത്. ഒരു സ്പൂൺ കൊണ്ട് 5-6 പ്രാവശ്യമായിട്ട് നമുക്കിടാം. 2 ടേബിൾ സ്പൂൺ വെച്ച് കുറച്ച് മൈദ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാരമൽ ചെയ്ത ഡേറ്റ്സും ക്യാരറ്റും ആഡ് ചെയ്യാം. വിസ്ക് കൊണ്ട് റൗണ്ടിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനിടയിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദ ആഡ് ചെയ്യുന്നുണ്ട്. മൈദ ക്ലോക്ക് വൈസിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സും ക്യാരറ്റുമാണ്. ഡേറ്റ്സും ക്യാരറ്റുമാണ് ലാസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. പൊടി ലാസ്റ്റ് മിക്സ് ചെയ്യരുത്. അതിനുശേഷം നമുക്ക് ആ ബാറ്റർ മാറ്റി വയ്ക്കാം. 1/4 കപ്പ് ബദാം, 1/4 കപ്പ് നട്ട്സ്, ഇത് രണ്ടും റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം ക്ലോക്ക് വൈസ് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാം. ഓവൻ സെറ്റപ്പ് ചൂടായിട്ടുണ്ട്. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ട്രേ 8 ഇഞ്ചിനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്ക്വയറോ റൗണ്ടോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓയിൽ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി. കേക്ക് ടിന്നിലോട്ട് ഞാൻ ബാറ്റർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സ് എടുക്കുന്നുണ്ട്. നട്ട്സ് ജസ്റ്റ് നമ്മൾ മൈദക്കകത്ത് ഡിപ്പ് ചെയ്തിട്ട് വേണം എടുക്കാൻ, അല്ലെങ്കിൽ അത് താന്നു പോകുന്നതാണ്. അപ്പം നമുക്ക് കേക്ക്
ഓവൻ സെറ്റപ്പിലോട്ട് ഇറക്കി വെക്കാം. അതിനുശേഷം ടൈറ്റായിട്ട് വേണം അത് അടച്ച് വെക്കാൻ, അല്ലെങ്കിൽ അത് ബേക്കായി കിട്ടത്തില്ല. 20 മിനിറ്റിന് ശേഷം മാത്രമേ തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഏകദേശം 60 മിനിറ്റ് ആയി ഇത് ബേക്കായി കിട്ടാൻ. ഒരു സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കുമ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് മൈ ചാനൽ.